Find the mean proportional between the given two numbers 64 and 49. 55, 56, 57, 49. മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനാണ് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് 64, 49. മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് എ ആൻഡ് ബി ഈസ് റൂട്ട് ഓഫ് എ ബി. നമ്മളത് പഠിച്ചതാണ്. ഇവിടെ എന്താ റൂട്ട് ഓഫ് രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ? 64ഉം 49. 64ന്റെ റൂട്ട് എത്ര? 8. 49ന്റെ റൂട്ട് എത്ര? 7. അപ്പൊ 8 into 7 56. ഭയങ്കര എളുപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മീൻ പ്രൊപ്പോർഷൻ അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഇസ് റൂട്ട് ഓഫ് എ ബി. റൂട്ട് ഓഫ് 64 into 49 ചെയ്യുന്നുണ്ട് 8 into 7 56 എന്ന് കിട്ടും. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടു സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ടു തേർഡ് ആണ്. ആ തേർഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ തേർഡ് വാല്യൂ. ഓക്കെ. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാലോ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി. ആ ഡി കണ്ടുപിടിക്കാനാണ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യോ ഇസ് ദ ഗ്രേറ്റസ്റ്റ്? 21:29, 17:25, 15:23, 7:15. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു കമ്പാരിസൺ ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞ രണ്ട് റേഷ്യോ തമ്മിൽ ഏതാ ലാർജർ എന്ന് പറയണമെങ്കിൽ ഇപ്പം എ ബൈ ബി സി ബൈ ഡി. അപ്പം എ ഈസ് ടു ബി സി ഈസ് ടു ഡി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ ബൈ ബി ഇസ് ഗ്രേറ്റർ ദാൻ സി ബൈ ഡി ഇഫ് എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി സി. ഇതാണ് ജനറൽ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓപ്ഷൻസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താണ്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും എന്താണ്? സെയിം ആണ്. ഓക്കെ. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ആന്റിസിഡന്റും കോൺസിക്വന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ. അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഏതാണ് ഗ്രേറ്റർ ഏതാണ് സ്മോളർ എന്ന്. ഓക്കെ, ഒരു നോട്ട് പോലെ എഴുതിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം. ഹെഡിങ് പോലെ കൊടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം. എന്നിട്ട് അതിന്റെ താഴെ എഴുതിക്കും കേസ് 1. ഫോർ ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1. ഫോർ ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1. ഫോർ ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1. അതിന്റെ താഴെ എഴുതിക്കും if the difference between numerator and denominator is same, the difference between numerator and denominator is same, then the fraction with the larger values of numerator and denominator will be largest. Then the fraction with the larger values of numerator and denominator will be largest. അപ്പം ചെറിയ വാല്യൂസ് ഉള്ള ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്തായിരിക്കും? സ്മോളസ്റ്റ് ആയിരിക്കും. അത് പ്രത്യേകമായിട്ട് എഴുതണ്ട. ഓക്കെ. അടുത്ത താഴെ എഴുതിക്കും കേസ് 2. ഫോർ ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ 1. ഫോർ ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ 1. If the difference between numerator and denominator is same, the difference between the numerator and the denominator is same, then the fraction with the smaller values will be the largest. And the fraction with the smaller values will be the largest. Okay. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം എന്താണ്? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഈ റേഷ്യോസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനിയും രണ്ട് കേസ് ഉണ്ട്. ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ? അപ്പൊ ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1 അല്ല. അതായത് 21:29 എന്ന് പറയുന്നത് എന്താ? 21/29 തന്നെയാണ്. ഓക്കെ. ഒരു ഫ്രാക്ഷൻ എന്നുള്ള എഴുതുമ്പോൾ എ ഈസ് ടു ബി എന്ന് പറയുന്നത് എ ബൈ ബി തന്നെയാണ്. അപ്പൊ ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ. അപ്പൊ ഫ്രാക്ഷൻ ലെസ് ദാൻ 1 ആണ്. ഇത് ലെസ് ദാൻ 1 ആണ്. അപ്പൊ ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1 ആണ് ഈ കേസ്. അപ്പൊ ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1 ആകുന്നതുകൊണ്ട് എന്താണ് വരുന്നത്? ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1 ആകുന്നതുകൊണ്ട് ചോദിച്ചേക്കുന്നത് എന്താ? ഏതാണ് ഗ്രേറ്റർ എന്നാണ്. ഗ്രേറ്റർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഗ്രേറ്റർ വാല്യൂസ് ഉള്ള റേഷ്യോ ആയിരിക്കും. ഇപ്പൊ ഏറ്റവും വലിയ വാല്യൂസ് വന്നിരിക്കുന്നത് ഏതാ? ഇതാണ്. അപ്പൊ ഇതായിരിക്കും ഗ്രേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 21:29 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 21:29 എന്ന് കിട്ടും. ഓക്കെ. ഏറ്റവും ചെറുത് ഏതായിരിക്കും? അപ്പം ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 7:15 ആയിരിക്കും. 7:15 ആയിരിക്കും. ഇൻ കേസ് നേരെ തിരിച്ചായിരുന്നു വന്നിരുന്നത് 29:21, 25:17, 23:15, 15:7 ഇങ്ങനെയായിരുന്നു തന്നിരുന്നത്. ഓക്കെ. ഇതിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാ? ഗ്രേറ്റസ്റ്റ് റേഷ്യോ ഏതാ? അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ ഏതാ? ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും എന്ത്? ഗ്രേറ്റസ്റ്റ്. ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും ഗ്രേറ്റസ്റ്റ്. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക.
ഫ്രാക്ഷൻസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റർ വാല്യൂസ് വരുന്നതായിരിക്കും ഗ്രേറ്റസ്റ്റ്. ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ 1 ആണ്, അതായത് ന്യൂമറേറ്റർ ആണ് വലുത് ഡിനോമിനേറ്ററെക്കാളെങ്കിൽ ചെറിയ വാല്യൂ ആയിരിക്കും എന്ത്, ചെറിയ വാല്യൂ വരുന്ന ആ റേഷ്യോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിരിക്കും എന്ത്, വലിയത്, ഗ്രേറ്റസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Rupees 75,840 are divided between P and Q in the ratio 3:7. What would be the difference between thrice the share of P and twice the share of Q? 37,920, 39,720, 32,790, 30,792. ഓക്കെ, 75,840 രൂപ പിയും ക്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏത് റേഷ്യോയിലാണ്? 3:7 റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ what would be the difference between thrice the share of P and twice the share of Q? Okay, 75,840 പിയും ക്യൂവിനായിട്ട് ഡിവൈഡ് ചെയ്തു. 3:7 റേഷ്യോയിലാണ്. 3:7. അപ്പൊ പിയുടെ ഷെയർ എത്രയാ? പിയുടെ ഷെയർ 3 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു 7584 അല്ലേ? 75,840. ക്യൂവിന്റെ എന്താ? 7 ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു 75,840. 0 പോകും. ഓക്കെ, 3 into 7584, 7 into 7584. അതങ്ങനെ ഇരിക്കട്ടെ. പിയുടെ ക്യൂടെ ഷെയറിൽ ചോദിച്ചേക്കുന്നത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ 3 times the share of P and twice the share of Q. So 3 times the share of P. 3P എന്ന് പറയുന്നത് എത്ര? 3 into 3 into 7584. അപ്പൊ 9 into 7584. 2 times the share of Q. അപ്പൊ എന്ത് വരും? 14 into 7584. ഓക്കെ, അതല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് എന്ത് വരും? ഡിഫറൻസ് എന്ന് പറയുന്നത് 2Q minus 3P. അതാണ് ക്യൂവിന്റെ, ഇതാണ് വലുത്. അപ്പൊ എന്ത് വരും? 5 into 7584 അല്ലേ? 5 into 7584. അപ്പൊ എത്ര വരും ആൻസർ? ആൻസർ 37920. അതായത് ഓപ്ഷൻ എ 37920 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പിയുടെയും ക്യൂടെയും ഷെയർ നോക്കുക. 3P minus 2Q ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ Q ആണ് വലുത്. അപ്പം ഡിഫറൻസ് വാല്യൂ അത് മാത്രം നോക്കിയത്, മൈനസ് ഒന്നും നോക്കണ്ട, ഡിഫറൻസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 24ാമത്തെ ക്വസ്റ്റ്യൻ. 24. Copper and silver are melted together in the ratio 2:3. What is the weight of melted mixture if 24 kg of copper has been consumed in it? 52 kg, 65 kg, 56 kg, 60 kg. കോപ്പറും സിൽവറും മെൽറ്റ് ചെയ്തു. റേഷ്യോ എത്ര? 2:3 റേഷ്യോയില്. 24 കിലോഗ്രാം കോപ്പർ ആണ് അതിനകത്തുള്ളതെങ്കിൽ ടോട്ടൽ മിക്സ്ചറിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, കോപ്പറും സിൽവറിന്റെ റേഷ്യോ 2:3 ആണ്. കോപ്പറിന്റെ വാല്യൂ 24 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മിക്സ്ചറിന്റെ എത്രയാണ് വെച്ചിരിക്കുന്നത്? കോപ്പറിന്റെ വാല്യൂ 24 ആണെന്നുണ്ടെങ്കിൽ സിൽവറിന്റെ എത്ര? 224 ആണെങ്കിൽ എത്രയാ? ഇൻറ്റു 12 ആണ്. ഇത് ഇൻറ്റു 12 ചെയ്യുന്നതാണ് 36 എന്ന് കിട്ടും. സിൽവർ 36 ആണ്. നമ്മൾ സിൽവർ ചോദിച്ചിട്ടില്ല. ഇവർ തമ്മിലുള്ള ആഡ് ചെയ്യുന്നുണ്ട് എത്രയാ? നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് 60 എന്ന് കിട്ടും. 60. അപ്പൊ നമ്മുടെ ആൻസർ 60 kg ആണ്. ഓപ്ഷൻ ഡി 60 kg എന്ന് കിട്ടും. ഇവിടെ സിൽവർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണമെന്നില്ല. അതായത് കോപ്പർ 2 ആണ്. അപ്പം അത് 24 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 12 ആണ്. നമുക്ക് സം ഓഫ് റേഷ്യോ അറിയാം എത്രയാണ്? 5 ആണ്. അപ്പൊ 5 into 12 60 kg. അങ്ങനെ ചെയ്താൽ മതി. രണ്ടും കൂടെ എടുത്തിട്ട് ആഡ് ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് ആയിട്ട് സം ഓഫ് റേഷ്യോയുടെ ആ 5 എടുത്തിട്ട് ഇൻറ്റു 12 ചെയ്താലും മതി. ഓക്കെ, അപ്പൊ കോപ്പർ സിൽവറിന്റെ റേഷ്യോ 2:3 ആണ്. ടോട്ടൽ നമുക്ക് കോപ്പർ അതിനകത്ത് എത്രയാണെന്നുള്ളത് അറിയാം. 24 കിലോ എന്നറിയാം. അപ്പം 2 എന്നുള്ളത് 24 എത്തണമെങ്കിൽ ഇൻറ്റു 12 ആണ്. അപ്പം കോൺസ്റ്റന്റ് കിട്ടി 12 ആണെന്നുള്ളത്. അപ്പം സിൽവറിനെ കണ്ടുപിടിക്കാൻ, ടോട്ടലും കണ്ടുപിടിക്കാൻ, എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ടോട്ടൽ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് 60 kg എന്ന് കിട്ടും. 60 kg. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A salary is to be divided among A, B and C in the ratio 2:3:5 respectively. If the salary amount received by C is rupees 6,000 more than the amount received by B, find the total salary amount received by A and B. Options. Option A 10,000, option B 13,000, option C 15,000, option D 25,000. എന്താ പറഞ്ഞത്? ഒരു സാലറി ഉണ്ട്. എ ബി സിയിൽ ഡിവൈഡ് ചെയ്യണം 3 പേര്. റേഷ്യോ എന്താ? 2:3:5 ആണ്. സിക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത് ബി യെക്കാട്ടിലും 6,000 കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും കൂടെ എത്രയാണ് സാലറി കിട്ടിയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാ? 10,000, 13,000, 15,000, 25,000. ഓക്കെ,
അപ്പോൾ ഒരു സാലറി ഉണ്ട്, അത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ? 2:3:5. ABC ഡിവൈഡ് ചെയ്യുന്നത് 2:3:5ലാണ്. ഓക്കെ. If the salary amount received by C is 6,000 more than the amount received by B. ഇപ്പൊ സിക്ക് ബിയെക്കാട്ടിലും 6,000 രൂപ കൂടുതൽ കിട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ. ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ് ശരിക്കും എത്ര ഈ റേഷ്യോയില്? 5 - 3 2 ആണ്. ഓക്കെ. ശരിക്കും എത്രയാണ് തന്നേക്കുന്നത്? 6,000 തന്നിട്ടുണ്ട്. അപ്പം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 3,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടി 3,000 ആണ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? A + B എത്രയാണ്? A + B ഇവിടെ എത്രയാ? 5 ആണ്. അപ്പൊ 5 × 3,000 എത്ര കിട്ടും? 15,000 എന്ന് കിട്ടും. 15,000. ഓപ്ഷൻ സി 15,000 എന്ന് കിട്ടും. ഓക്കെ. എന്താ നമ്മളിവിടെ ചെയ്തേക്കുന്നത്? ABC 3 പേര് തമ്മിലുള്ള ഡിവൈഡ് ചെയ്തേക്കുന്ന റേഷ്യോ അറിയാം 2:3:5. എക്ക് 2 രൂപ, ബിക്ക് 3 രൂപ, സിക്ക് 5 രൂപയെ കിട്ടിയെന്നെങ്കിൽ സിയും ബി തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2 ആണ്. ശരിക്കും എത്രയാണ് ഡിഫറൻസ്? 6,000 ആണ്. അപ്പൊ 2 6,000 എത്ര എന്നുണ്ടെങ്കിൽ എത്രയാണ്? 3,000 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇതിന്റെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 3,000 ആണ്. ചോദിച്ചേക്കുന്നത് എന്താ? A + B ആണ്. A + B എത്ര? 5 ആണ്. 5 × 3,000 15,000 എന്ന് കിട്ടും. ഓക്കെ. ഇത് ഡൗട്ട് ഉള്ളത് ജസ്റ്റ് 2x 3x 5x ആയിട്ട് എടുത്ത് സോൾവ് ചെയ്താൽ മതി. ഇവിടെ എക്സ് എന്നുള്ള ടേം ആ ഒരു ഫാക്ടർ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ എടുത്തും ചെയ്യാം. പക്ഷേ ടൈം പോകും. അതിലും എളുപ്പം നേരെ തന്നെ മൾട്ടിപ്ലയർ കണ്ടുപിടിച്ചെങ്കിൽ ചെയ്യുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 26. If 2x² - 7xy + 3y² = 0, then find the value of x is to y. 1:2, 3:1, both a and b, none of these. 2x² - 7xy + 3y² = find the value of x is to y. 1:2, 3:1, both a and b, none of these. നമുക്ക് ഇതിനകത്ത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? x is to y എന്ന് പറയുന്നത് 1:2. അതായത് എക്സിന് 1ഉം വൈക്ക് 2 ഇട്ട് കൊടുത്ത് നോക്കി എന്ത് വരുമെന്ന് നോക്കി. 2 - 7 × 2 14 + 3 × 4. അപ്പൊ എന്ത് വന്നു? 0 തന്നെ വന്നു. അപ്പൊ 1:2 കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ ഏതാ? 3:1. കാര്യം ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ഇതുണ്ട്. അപ്പൊ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 3:1 നോക്കാം. അപ്പൊ എന്ത് വരും? 2 × 9 - 7 × 3 × 1 + 3 × 1². അപ്പൊ എന്ത് വരും? 18 + 3 21 - 21. അപ്പോഴും 0 തന്നെ വരും. അപ്പം 1:2 കറക്റ്റ് ആണ്, 3:1 കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? ബോത്ത് എ ആൻഡ് ബി എന്ന് കിട്ടും. ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എന്ന് കിട്ടും. ഇത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യന് നമുക്ക് ഇതിന്റെ പവർ 2 ആണ്. ഇവിടെ എക്സിന്റെ പവർ 1, വൈയുടെ പവർ 2. അപ്പൊ സം എത്ര? 2 ആണ്. വൈയുടെ പവർ 2 ആണ്. അപ്പൊ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇങ്ങനെ വരുന്നുണ്ട്. ജസ്റ്റ് ഓപ്ഷൻസ് ട്രൈ ചെയ്താൽ മതി. ഓപ്ഷൻസ് ഇട്ട് കൊടുത്തിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ ഇതിനകത്ത് എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ബോത്ത് എ ആൻഡ് ബി. ഓക്കെ. ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ഉത്തരമാണ് കറക്റ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 27ാമത്തെ ക്വസ്റ്റ്യൻ. If m:1 = 3:2, then find the ratio of 4m + 5n to 4m - 5n. 1:11, 1:12, 12:1, none of these. m:n എന്ന് പറയുന്നത് 3:2 ആണെങ്കിൽ 4m + 5n to 4m - 5n എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. If m:1 is 3:2, then find the ratio 4m + 5n to 4m - 5n. 1:11, 1:12, 12:1, none of these. അപ്പൊ എന്ത് വരും? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 4 × 3 + 5 × 2. 4 × 3 - 5 × 2. അപ്പൊ എന്ത് വരും? 22/2 എന്ന് വരും. അപ്പൊ എന്ത് വരും? 2 കട്ട് ചെയ്ത് കളയാം. 11/1, അതായത് 11:1 എന്ന് വരും. 11:1 ഏതാ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ 1:11 ആണ്. അത് തെറ്റരുത്. 11:1 ആണ് നമ്മുടെ ആൻസർ. അപ്പം ഓപ്ഷൻസ് നോക്കുക. നൺ ഓഫ് ദീസ് ഉണ്ട്. നമ്മുടെ ആൻസർ എന്താ? നൺ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ആൻസർ. 1:11 എന്ന് കൊടുക്കരുത്. നമ്മുടെ ആൻസർ എന്ത് വരും? 11:1 എന്ന് വരും. 11:1 നൺ ഓഫ് ദീസ് എന്ന് വരും. ഓക്കെ. ജസ്റ്റ് ഈ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. When 20% of a number is added to another number, the number increases by 50%. What is the respective ratio between the first and the second number?
3:2, 5:2, 2:1, none of these. 20% of a number is added to another number. The number increases by 50% എന്ന് പറയും. Okay. അങ്ങനെയാണെങ്കിൽ what is the respective ratio between first number and second number? Okay. 20% of a number, 20% of x, അതാണ് ഫസ്റ്റ് നമ്പർ എന്ന് വിചാരിക്കും. 20% of x is added to another number, ഇതാണ് സെക്കൻഡ് നമ്പർ. അപ്പൊ എന്ത് സംഭവിച്ചു? ആ നമ്പർ സെക്കൻഡ് നമ്പർ എന്ത് ചെയ്തു? ഇൻക്രീസസ് ബൈ 50%. 50% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് എങ്ങനെ എഴുതാം? 100 കൂടെ കൂട്ടിയിട്ട് 150% ഓഫ് y എന്ന് എഴുതാം. ഓക്കെ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് നമ്പർ? അത് എക്സും വൈ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ. 20% എന്ന് പറഞ്ഞാൽ എത്രയാ? 1/5 ആണ്. അപ്പൊ x/5 പ്ലസ് y ഈക്വൽസ് 150% എന്ന് പറയുന്നത് എത്രയാ? 150% 3/2. ഓക്കെ. y അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ x/5 എന്ന് പറയുന്നത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് എന്തായി? y/2 എന്ന് കിട്ടും. x/y എന്ന് പറയുന്നത് 5:2 എന്ന് കിട്ടി. 5:2. ഓപ്ഷൻ ഏത് വന്നു? ഓപ്ഷൻ ബി 5:2 എന്ന് വരും. 5:2. ഞാൻ ഒന്നുകൂടെ പറയാം. When 20% of a number is added to another number, the number increases by 50%. 20% ഒരു നമ്പർ added to another number, ആ നമ്പർ increases by 50%. അപ്പം 20% of x plus y എന്ന് പറയുന്നത് 150% of y. 150 എടുക്കാൻ കാര്യം എന്താ? 50% കൂടി കഴിഞ്ഞാൽ 100 കൂടെ കൂട്ടിയാൽ മതി. 150% of y. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എത്ര ഫ്രാക്ഷൻ? 1/5 ആണ്. അതാണ് x/5 പ്ലസ് y ഈക്വൽ ടു 150% എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഓക്കെ. അത് സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് x/y എന്ന് പറയുന്നത് 5:2 എന്ന് കിട്ടും. 5:2. ഓക്കെ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Divide ₹1,050 among A, B and C such that A receives 2/5 as much as B plus C together. B receives 3/7 as much as A and C together. Options: A 300, B 315, C 435. Option B A 300, B 300, C 450. അടുത്ത A 350, B 300, C 435. Option D none of these. Option D none of these. ഓക്കെ. എന്താ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത്? എ റിസീവ് ചെയ്യുന്നത് 2/5 ആസ് മച്ച് ആസ് ബി ആൻഡ് സി ടുഗെദർ ആണ്. ഓക്കെ. എ റിസീവ്സ് 2/5 ആസ് മച്ച് ആസ് ബി ആൻഡ് സി ടുഗെദർ. അതുപോലെ ബി എന്താ? എ റിസീവ്സ് 2/5 ആസ് മച്ച് ആസ് ബി ആൻഡ് സി. അതുപോലെ ബി എന്താ? 3/7 ആസ് മച്ച് ആസ് എ ആൻഡ് സി ടുഗെദർ. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ടോട്ടൽ എത്ര തന്നിട്ടുണ്ട്? 1050 തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എയുടെയും ബിയുടെയും വാല്യൂസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? എയുടെ വാല്യൂ 300, ബിയുടെ വാല്യൂ 315, സിയുടെ വാല്യൂ 435. അപ്പൊ എ റിസീവ്സ് 2/5 ആസ് മച്ച് ആസ് ബി ആൻഡ് സി ടുഗെദർ. ബി സി കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 750 ആണ്. എത്ര വരും? 300 തന്നെ വരും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി എന്താ? ബി റിസീവ്സ്, ബി എന്ന് പറയുന്നത് 315 ആണ്. ബി റിസീവ്സ് ആസ് മച്ച് ആസ് 3/7 ടൈംസ് എ ആൻഡ് സി ടുഗെദർ എന്നാണ്. ബിക്ക് കിട്ടുന്നത് 3/7 ടൈംസ് എ ആൻഡ് സി ടുഗെദർ എന്നാണ്. ഓക്കെ. ബി റിസീവ്സ് 3/7 ആസ് മച്ച് ആസ് എ ആൻഡ് സി ടുഗെദർ. അപ്പൊ എയും സിയും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 735 എന്ന് വരും. ഓക്കെ. അപ്പൊ എന്ത് വരും? 105 എന്ന് വരും. 3 × 105 350 എന്ന് വരും. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പൊ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഓപ്ഷൻ എ തന്നെ വന്നു. നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ 300, ബി 315, സി 435 എന്ന് വരും. ആ ഓപ്ഷൻ തന്നെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Find 3 numbers in the ratio of 3:2:5 such that the sum of their squares is equal to 1862. Find 3 numbers in the ratio of 3:2:5 such that the sum of their squares is equal to 1862. 18, 12, 30, 24, 16, 40, 27, 18, 45,
21, 40, 35. 3 നമ്പർ കണ്ടുപിടിക്കണം. അതിന്റെ റേഷ്യോ അറിയാം, 3:2:5. ഇത് തന്നേക്കുന്ന ഓപ്ഷൻസ് എല്ലാം ആ റേഷ്യോ തന്നെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതിലൊക്കെ കളയായിരുന്നു. ഓക്കെ, ഇനി സം ഓഫ് ദിയർ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1862 ആണ്. 1862. ഓക്കെ, 3:2:5 ആണ്. സം ഓഫ് ദിയർ സ്ക്വയേഴ്സ് 1862 ആണ്. ഓക്കെ, നമുക്ക് നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ ബിയും സിയും അല്ല എന്ന് മനസ്സിലാവും. കാര്യം എന്താ? സം ഓഫ് സ്ക്വയേഴ്സ് 1862 വരണം. ഓപ്ഷൻ ബി നോക്കിയാൽ അതിനകത്ത് 40ന്റെ സ്ക്വയർ 1600 ആണ്. ബാക്കി 2 സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ എങ്ങനെയായാലും 2000 മേളിൽ പോകും. ഓപ്ഷൻ ബി അല്ല. അതേപോലെ തന്നെയാണ് ഓപ്ഷൻ സിയും. 45ന്റെ സ്ക്വയർ വലിയ നമ്പറാണ്, അപ്പൊ തന്നെ 1862 വരില്ല. പിന്നെ ഏതാ ഉള്ളത്? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഉണ്ട്. ഓപ്ഷൻ എ നോക്കി 30ന്റെ സ്ക്വയർ 900, പിന്നെ 18 സ്ക്വയറും 12 സ്ക്വയറും 144 ഇതേ ഉള്ളൂ. അപ്പൊ അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് എത്രയാ? 1800 അത്രയും വരത്തില്ല. അപ്പൊ ബാക്കി ഓപ്ഷൻ ഉള്ള ഏതാ ഉള്ളത്? 21, 14, 35. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കിയെല്ലാം കളഞ്ഞ് ഓപ്ഷൻ ഡി ആണെന്നുള്ളത്. പിന്നെ നമുക്ക് നോക്കാൻ വേണം യൂണിറ്റ് പ്ലേസ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ കേസിൽ യൂണിറ്റ് പ്ലേസ് എന്താ? 21ന്റെ സ്ക്വയർ എത്ര വരും? യൂണിറ്റ് പ്ലേസ് 1 വരും. 14ന്റെ സ്ക്വയർ 14 × 40 4 സ്ക്വയർ, അപ്പം 6 വരും യൂണിറ്റ് പ്ലേസ്. 35 × 35 യൂണിറ്റ് പ്ലേസ് എന്ത് വരും? 5 വരും. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് എന്താ യൂണിറ്റ് പ്ലേസ്? 2 എന്ന് വരും. അപ്പൊ 2 വരുന്നത് കറക്റ്റുമാണ്. അപ്പൊ മറ്റേ ഓപ്ഷൻ എ നോക്കിയാൽ നമുക്ക് 2 വരുമോ? 30യുടെ സ്ക്വയർ 0 ആണ് വരുന്നത്. 12ന്റെ സ്ക്വയർ 4 ആ വരുന്നത്. 18ന്റെ സ്ക്വയർ അതും 4 ആ വരുന്നത്. 4 + 4 8 വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കാം. ഈ കേസിൽ അതൊന്നും നോക്കണ്ടായിരുന്നു. ക്ലോസ് റേഞ്ചിലൊന്നും അല്ല. നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ ഡി ആണ് മനസ്സിലാവും. 21, 14, 35. ഇൻ കേസ് ക്ലോസ് റേഞ്ച് തന്നെ ഉണ്ടെങ്കിൽ യൂണിറ്റ് പ്ലേസ് വേറെ ഉണ്ടെന്നുണ്ട് ചെക്ക് ചെയ്താൽ അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 21, 14, 35 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 31ാമത്തെ. ദ കോമ്പൗണ്ട് റേഷ്യോ ഓഫ് 5:6, 3:2, 4:5 is 12:13, 1:4, 1:5, 1:1. Compound ratio of 5:6, 3:2, 4:5. കോമ്പൗണ്ട് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എല്ലാത്തിന്റെയും ഫസ്റ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ആന്റിസിഡന്റ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാത്തിന്റെയും സെക്കൻഡ് ടേം മൾട്ടിപ്ലൈ ചെയ്യുക. ആ റേഷ്യോ ആയിരിക്കും എന്ത്? കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ എന്താ? 5 × 3 15, 15 × 4 60, 60 അടുത്ത 6 × 2 12, 12 × 5 60, 60:60, അതായത് 1:1. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി 1:1 എന്ന് കിട്ടും. അപ്പൊ കോമ്പൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുറെ റേഷ്യോസിന്റെ കോമ്പൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഫസ്റ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്യുക, അത് എഴുതുക. എല്ലാത്തിന്റെ സെക്കൻഡ് ടേം മൾട്ടിപ്ലൈ ചെയ്യുക, അത് എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് റേഷ്യോ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, കോമ്പൗണ്ട് റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ, ബി ആൻഡ് സി ഹാവ് അമൗണ്ട്സ് ഇൻ ദ റേഷ്യോ 3:4:5. First, B gives 1/4 to A and 1/4 to C. Then C gives 1/6 to A. Find the final ratio of amount of A, B and C respectively. 4:3:5, 5:4:3, 3:4:5, 5:2:5. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എ, ബി, സി 3 പേരുടെ കയ്യിലുള്ള എമൗണ്ട്സ് ആണ്. 3:4:5 റേഷ്യോയിലാണ് എമൗണ്ട്സ് ഇരിക്കുന്നത്. ആദ്യം ബി 1/4 എക്കും കൊടുത്തു, 1/4 സിക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സി 1/6 എക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ റേഷ്യോ ഓഫ് എമൗണ്ട്സ് എ, ബി, സിയിൽ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. 4:3:5, 5:4:3, 3:4:5, 5:2:5. ഓക്കെ, എ ബി സി ആണ്. ആദ്യം നമുക്ക് എത്രയാണ് നിൽക്കുന്നത്? 3:4:5 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബി ഗിവ്സ് 1/4 ടു എ ആൻഡ് 1/4 ടു സി തന്നിട്ടുണ്ട്. പിന്നെ സി ഗിവ്സ് 1/6 ടു എ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എയുടെ കയ്യിൽ 3 രൂപയും ബിയുടെ കയ്യിൽ 4 രൂപയും സിയുടെ കയ്യിൽ 5 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബി 1/4 എക്കും കൊടുത്തു, 1/4 സിക്കും കൊടുത്തു. ബിയുടെ 1/4 എന്ന് പറയുമ്പോൾ എന്താ? 1/4 ഓഫ് 4 1 ആണ്. 1 എക്കും കൊടുത്തു, എ അപ്പൊ എന്തായി? 4 ആയി. 1/4 ആർക്കും കൊടുത്തു, സിക്കും കൊടുത്തു, സി അപ്പൊ എന്തായി? 6 ആയി. അപ്പം ബിയുടെ 2 കുറഞ്ഞു, 4:2:6 എന്ന് വന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സി ഗിവ്സ് 1/6 ടു എ. സിയുടെ 1/6 എക്ക് കൊടുത്തു. അപ്പൊ എന്തായി? 1 വന്നു, 5 ആയി. അവിടെ 2 തന്നെ, ഇവിടെ 1 കുറഞ്ഞു, 5 ആയി. അപ്പൊ ഫൈനൽ എ ഇസ് ടു ബി ഇസ് ടു സി റേഷ്യോ എന്താ? 5:2:5 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യായിരുന്നു. അപ്പൊ എയുടെയും ബിയുടെയും സിയുടെയും കയ്യിലുള്ള എമൗണ്ടിന്റെ റേഷ്യോ അറിയാം. ബി 1/4 എക്ക് കൊടുത്തു, അപ്പൊ എ 4 ആയി. 1/4 സിക്ക് കൊടുത്തു, അപ്പൊ സി 6 ആയി. ബി 2 കുറഞ്ഞ് 2ലേക്ക് എത്തി. സി 1/6 കൊടുത്ത് എ 5 എത്തി, സി 1 കുറഞ്ഞ് 5 ആയി. അപ്പൊ 5:2:5 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ
ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 33. In a class of 39 students, the ratio of boys and girls is 2:1. Radhika ranks 15th among all the students from the top and 8th among girls from the bottom. How many boys are there below Radhika? 9, 17, 11, 15. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒരു 39 പേരുള്ള ഒരു ക്ലാസ്, ബോയ്സും ഗേൾസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2:1 റേഷ്യോയിലാണ്. രാധികയ്ക്ക് 15ാമത്തെ റാങ്ക് ആണ് എല്ലാ സ്റ്റുഡൻസിൽ നിന്നും ടോപ്പില്. ഓക്കെ, 8th among ഗേൾസ് ആണ് ബോട്ടത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ബോയ്സ് ആണ് രാധികയുടെ താഴെയുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, മൊത്തം 39 സ്റ്റുഡൻസ് ആണ്. ബോയ്സും ഗേൾസിനെയും ഡിവൈഡ് ചെയ്തു 2:1 റേഷ്യോയില്. അപ്പൊ ബോയ്സ് എത്രയുണ്ട്? ബോയ്സ് 26ഉം ഗേൾസ് എത്രയാ? 13ഉം അല്ലേ? ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതി 2:1 റേഷ്യോയിൽ. അപ്പൊ നമുക്ക് 26ഉം 13ഉം എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കുക, കുറെ പേരുണ്ട്. അതിനകത്ത് രാധികയുടെ റാങ്ക് എന്ന് പറയുന്നത് 15th ആണ്. രാധികയുടെ റാങ്ക് 15th ആണ്. രാധികയുടെ റാങ്ക് 15th ആണ്. രാധികയുടെ റാങ്ക് 15th ആണെന്നുണ്ടെങ്കിൽ രാധികയുടെ മേളിൽ എത്ര പേരുണ്ട്? 14 പേരുണ്ട് അല്ലേ? രാധികയുടെ മേളിൽ 14 പേരുണ്ട്. രാധികയുടെ താഴെയോ? രാധികയുടെ താഴെ 24 പേരുണ്ട് അല്ലേ? മൊത്തം എത്രയാ? 39 ആണ്. അപ്പൊ 14, 24 രാധികയുടെ കൂട്ടി 39 പേരാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? രാധിക റാങ്ക്സ് 8th ഫ്രം ബിലോ. ബോട്ടത്തിൽ നിന്ന് 8th റാങ്ക് ആണ് ഗേൾസിൽ. അപ്പൊ രാധികയുടെ റാങ്ക് ബോട്ടത്തിൽ നിന്ന് 8th ആണ്. അപ്പൊ രാധികയുടെ താഴെ എത്ര ഗേൾസ് ഉണ്ട്? 24 പേരിൽ 7 ഗേൾസ് ഉണ്ട് അല്ലേ? 24 - 7 ബാക്കി 17 ബോയ്സ് അല്ലേ ഉള്ളത് രാധികയുടെ താഴെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 17 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 17 എന്ന് കിട്ടും. ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. 39 പേരുള്ള ഒരു ക്ലാസ്, ബോയ്സും ഗേൾസിനെ ഡിവൈഡ് ചെയ്തത് 2:1 റേഷ്യോ. അപ്പൊ 26 ബോയ്സും 13 ഗേൾസും ആണ്. രാധികയുടെ റാങ്ക് 15ാമതാണ്. അപ്പൊ രാധികയുടെ മേളിൽ 14 പേരും രാധികയുടെ താഴെ 24 പേരുമാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് രാധികയുടെ താഴെ എത്ര ബോയ്സ് ഉണ്ടെന്ന്. രാധികയുടെ താഴെ മൊത്തം 24 പേരുണ്ട്. അപ്പൊ ഈ രാധികയുടെ താഴെ എത്ര ബോയ്സ് ഉണ്ടെന്ന് അറിയാം. 24 പേരിൽ 7 ഗേൾസ് ആണുള്ള താഴെ. അതെങ്ങനെ കിട്ടിയത്? രാധികയുടെ റാങ്ക് 8th ആണ് ഫ്രം ബോട്ടം എമംഗ് ഗേൾസ്. അപ്പൊ 7 പേരുണ്ട് താഴെ ഗേൾസിൽ. അപ്പൊ 24 - 7 ബാക്കി ബോയ്സ് ആയിരിക്കുമല്ലോ. 24 - 7 17 ബോയ്സ് എന്ന് കിട്ടും. 17 ബോയ്സ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The ratio of the incomes of Pawan and Amar is 4:3. The ratio of their expenditure is 3:2. If each person says rupees 1,889, then find the income of Pawan. 6,548, 5,667, 7,556, 8,457. എന്താ പറഞ്ഞേക്കുന്നത്? പവന്റെയും അമറിന്റെയും ഇൻകത്തിന്റെ റേഷ്യോ, അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ റേഷ്യോ ഉണ്ട് 4:3. അവരുടെ ചെലവിന്റെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഉണ്ട് 3:2. രണ്ടുപേരാണ് പവനും അമറും. രണ്ടുപേരും സേവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് സെയിം ആണ്. എത്രയാണ്? 1889. അങ്ങനെയാണെങ്കിൽ പവന്റെ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പവനും അമറും ഉണ്ട്. ഇൻകത്തിന്റെ റേഷ്യോ 4:3ഉം എക്സ്പെൻസിന്റെ റേഷ്യോ 3:2 ആണ്. ഓക്കെ, രണ്ടുപേരും സേവ് ചെയ്തിരിക്കുന്നത് എത്രയാ? 1889 ആണ്. അങ്ങനെയാണെങ്കിൽ പവന്റെ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ പവന്റെ ഇൻകം കിട്ടാമല്ലോ. ഓക്കെ, അത് പോട്ടെ. സപ്പോസ് പവന്റെ ഇൻകം 4 ആണെന്ന് വിചാരിക്കുക, അമറിന്റെ അപ്പൊ എത്രയാ? 3 ആണ്. അതുപോലെ എക്സ്പെൻസ് 3 ആണെന്ന് വിചാരിക്കുക, അമറിന്റെ എത്രയാ? 2 ആയിരിക്കും. അപ്പൊ എത്രയാ സേവ് ചെയ്യുന്നത്? ഇവരുടെ സേവിങ്സ് എന്ന് പറയുന്നത് എത്രയാ? 4 - 3 1. ഇവരുടെ സേവിങ് എന്താ? അമറിന്റെ സേവിങ് എത്രയാ? 1 ആണ്. ഇപ്പൊ രണ്ടുപേരുടെ സേവിങ് സെയിം തന്നെയാണ്. നമുക്കറിയാം ഇവിടെ 1 തന്നെ കിട്ടി. അതായത് ഈ റേഷ്യോസ് തന്നെ അസ്യൂം ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെ സെയിം ആയിട്ടുള്ള സേവിങ് തന്നെ കിട്ടി. പക്ഷെ ശരിക്കും കിട്ടേണ്ട എത്രയായിരുന്നു? 1889 അല്ലായിരുന്നു. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടി 1889 ആയിരുന്നു. ഇനി പവന്റെ ഇൻകം എത്രയാ? 4 × 1889. ഓപ്ഷൻ എന്ത് വരും? 7556 എന്ന് വരും. 7556. ഓപ്ഷൻ സി 7556 എന്ന് വരും. ഇത് വളരെ ഈസി ആയിരുന്നു. കാര്യം റേഷ്യോസ് തന്നെ ഡിഫറൻസ് എടുക്കുന്നുണ്ട്. സേവിങ്സ് 1 തന്നെ കിട്ടും രണ്ട്. അപ്പം 1889 കിട്ടണമെങ്കിൽ ഇൻറ്റു 1889 കിട്ടും. അതായത് കോൺസ്റ്റന്റ് കിട്ടി. കോൺസ്റ്റന്റ് കിട്ടി കഴിഞ്ഞാൽ നേരെ 4 × 1889 7556 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യായിരുന്നു. സേവിങ്സ് ഇക്വേറ്റ് ചെയ്തിട്ടായിരുന്നു. സേവിങ്സ് 1889 ആ ഡേറ്റ് ആയിരുന്നു നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 35ാമത്തെ ക്വസ്റ്റ്യൻ 35. A person spends rupees 8,100 in buying some tables at rupees 1,200 each and some chairs at rupees 300 each.
The ratio of the number of chairs to that of tables when maximum possible number of chairs is purchased is 1:2, 1:4, 2:1, 5:7. എന്താ പറഞ്ഞേക്കുന്നത്? ഒരാളുടെ കയ്യിൽ 8,100 രൂപയുണ്ട്. ടേബിളും ചെയറും വാങ്ങിക്കണം. ടേബിളിന്റെ വില ഒന്നിന്റെ വില 1,200 രൂപ, ചെയർ ഒന്നിന്റെ വില 300 രൂപ. ചോദിച്ചേക്കുന്ന റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ചെയർസ് ടു ടേബിൾ ആണ്. ചെയറിന്റെ ടേബിളിന്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്, വാങ്ങിച്ചേക്കുന്നത്. മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ടേബിൾസ് വാങ്ങിക്കണം. മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ടേബിൾസ്. അപ്പൊ ചെയറിന്റെ ടേബിളിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. 8,100 രൂപയ്ക്കകത്ത് നമുക്ക് എത്ര ടേബിൾ മാക്സിമം വാങ്ങിക്കാൻ പറ്റും? ഒരു ടേബിളിന്റെ വില എന്ന് പറയുന്നത് 1,200 രൂപയാണ്. ഇപ്പൊ എത്ര ടേബിൾ വില വാങ്ങിക്കാൻ? 6 ടേബിൾ വാങ്ങിക്കാം അല്ലേ? അപ്പൊ 6 × 1,200 7,200 എന്ന് കിട്ടി. 7 ടേബിൾ ആണെങ്കിൽ 8,400 ആകും. അപ്പൊ അത്രയും കാശ് നമ്മുടെ ഇല്ല. അപ്പൊ നമുക്ക് എത്ര ടേബിൾ വാങ്ങിക്കാം? 6 ടേബിൾ ആണ് വാങ്ങിക്കാൻ പറ്റുന്നത്. 6 ടേബിൾ വാങ്ങിച്ചാൽ 7,200 ആണ്. ബാലൻസ് എത്ര രൂപയുണ്ട്? ബാലൻസ് 900 റുപ്പീസ് ഉണ്ട്. ഒരു ചെയറിന്റെ വില എത്രയാ? 300 ആണ്. അപ്പൊ എത്ര ചെയർ വാങ്ങിക്കാം? 3 ചെയർ വാങ്ങിക്കാം. അപ്പൊ ചെയറിന്റെ ടേബിളിന്റെ റേഷ്യോ എത്ര? 3:6, 1:2 എന്ന് കിട്ടും. ഓപ്ഷൻ എ 1:2 എന്ന് കിട്ടും. അപ്പൊ 8,100 രൂപ എന്റെ കയ്യിലുണ്ട്. ഒരു ടേബിളിന്റെ വില 1,200 രൂപയും ഒരു ചെയറിന്റെ വില 300 രൂപയുമാണ്. ഓക്കെ, മാക്സിമം ടേബിൾസ് വാങ്ങിക്കണം. അപ്പൊ 8,100 രൂപയ്ക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ടേബിൾസ് വന്ന 6 ആണ്. 6 വാങ്ങിക്കുമ്പോൾ 7,200 രൂപയാവും. 7 വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പൊ 8,400 എക്സീഡ് ആയി. അപ്പം 6 ടേബിൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, 6 ടേബിൾ വാങ്ങിക്കുമ്പോൾ 7,200 രൂപ പോയി. ബാലൻസ് 900 റുപ്പീസ് ഉണ്ട്. 900 റുപ്പീസിനകത്ത് ഒരു ചെയറിന്റെ വില 300 രൂപയാണ്. 3 ചെയർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ചെയർ 3, ടേബിൾ 6. അപ്പൊ റേഷ്യോ എന്താ? 1:2 എന്ന് കിട്ടും. 1:2. ഓപ്ഷൻ എത്ര? ഓപ്ഷൻ എ. ഓപ്ഷൻ എ, ചെയറിന്റെ ടേബിളിന്റെ റേഷ്യോ 1:2 എന്ന് കിട്ടും. 1:2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 36ാമത്തെ ക്വസ്റ്റ്യൻ. √2:1 + √3 √6 x. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ഇതാണ് ചോദിച്ചേക്കുന്നത്. ഇത് പ്രൊപ്പോർഷനിലാണ്. പ്രൊപ്പോർഷനാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മീൻ. √2x എന്ന് പറയുന്നത് √6 × 1 + √3 എന്ന് കിട്ടി. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മീൻ. x എന്ന് പറയുന്നത് എന്ത് കിട്ടി? √6 × 1 + √3 ഡിവൈഡഡ് ബൈ √2. √2 ഇതോടെ കട്ട് ചെയ്തിട്ട് √6 എന്ന് പറഞ്ഞാൽ എത്ര? √2 × √3 അല്ല. അപ്പൊ ഇത് √3 എന്ന് വരും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നോണ്ട് √3 + 3 എന്ന് വരും. ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ എ, √3 + 3. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് മീനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഓപ്ഷൻ എ √3 + 3 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 37ാമത്തെ ക്വസ്റ്റ്യൻ. If x is to y equals 3:4 and a is to b equals 1:2, then the value of 2xa + yb divided by 3yb minus 4xa is 5/6, 6/5, 6/7, 7/6. ഓക്കെ, x is to y എന്ന് പറയുന്നത് 3:4 ആണ്. a is to b എന്ന് പറയുന്നത് 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ 2xa + yb divided by 3yb minus 4xa എത്രയാണെന്നാണ് ചോദ്യം. x is to y തന്നിട്ടുണ്ട്, a is to b തന്നിട്ടുണ്ട്. 2xa + yb by 3yb minus 4xa എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ എക്സിന്റെ വൈന്റെ എയുടെയും ഡയറക്റ്റ് വാല്യൂ തന്നിട്ട് പക്ഷെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്പ്രഷൻ അത് സോൾവ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഈ എക്സ്പ്രഷന്റെ പ്രത്യേകത നോക്കി. ഇവിടെ എക്സിന്റെ പവർ 1, എയുടെ പവർ 1. ഓക്കെ, ഇവിടെ വൈയുടെ പവർ 1, ബിയുടെ പവർ 1. ഇവിടെ വൈ പവർ 1, ബിയുടെ പവർ 1, എക്സിന്റെ പവർ 1, എയുടെ പവർ 1. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ എക്സിന്റെ എന്ന് പവർ ഡിഗ്രി വരുന്നത് 2 ആണ് എല്ലാത്തിന്റെ, അല്ലേ? അപ്പൊ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് ഇത് വരുന്നത്. ഓക്കെ, ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഡയറക്ട്ലി എന്ത് അപ്ലൈ ചെയ്യാം? നമുക്ക് ഈ റേഷ്യോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നോക്കിയാൽ 2 × x എത്രയാ? 3, a എത്രയാ? 1 + y × b ഡിവൈഡഡ് ബൈ 3 × y × b മൈനസ് 4 × x × a. ഇപ്പൊ എന്ത് വരും നോക്കിയേ? 6 + 8 14. 14 ഡിവൈഡഡ് ബൈ 24 മൈനസ് 12. 12 എന്ന് തന്നെ വരും. അപ്പൊ എന്ത് വരും? 7/6 എന്ന് കിട്ടും. 7/6. ഏതാ ഓപ്ഷൻ വന്നേക്കുന്നത്? ഓപ്ഷൻ ഡി, 7/6 എന്ന് വരും. അപ്പൊ ഇത് ഇങ്ങനെ എക്സ്പ്രഷൻ വരുന്നോണ്ട് റേഷ്യോസ് വന്നേക്കുന്നെങ്കിൽ ഡയറക്ട്ലി നമുക്ക് റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നോക്കിയാൽ ഇത് എങ്ങനെ ഡയറക്റ്റ് എക്സിന്റെയും വൈയുടെയും ബിയുടെയും വാല്യൂസ് അല്ലോ വന്നേക്കുന്നത്, റേഷ്യോ വന്നേക്കുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്?
ഇപ്പൊ സപ്പോസ് എക്സ് ഇസ്റ്റ് വൈ എന്ന് പറയുന്നത് 3 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് 4 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും. അതേപോലെ എയുടെ വാല്യൂ 1 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് 2 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിനകത്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെ ആ കെയും എമ്മും ക്യാൻസൽ ആയി പോകും. മനസ്സിലായി? അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് വെറുതെ അങ്ങനെ കൊടുക്കുക സമയം കളയാതെ നേരെ എന്ത് ചെയ്യും നമ്മൾ ആ റേഷ്യോ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നുണ്ടെ 7/6 എന്ന് കിട്ടും. 7/6 ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഇത് ചെയ്യുന്ന ഉടനെ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ പോസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുക നിങ്ങൾ തന്നെ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാൻ. അതല്ല നേരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് കൂടത്തില്ല. നിങ്ങൾ കൂടുതൽ സ്പീഡിൽ സോൾവ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അധികം മനസ്സിലാകത്തില്ല. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. ഓക്കെ, ഇത് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 38ാമത്തെ. Let a is to b is to minus b by a equals x is to y. If x minus y equals a by b plus b by a, then x is equal to a minus b by b, a plus b by a plus b by b, none of this. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? a by b is to minus b by a എന്ന് പറയുന്നത് x is to y ആണ്. x minus y എന്ന് പറയുന്നത് a by b plus b by a ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? ഓപ്ഷൻ ഏതാ? എ മൈനസ് ബി ബൈ ബി, എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി ബൈ ബി, നൺ ഓഫ് ദീസ്. ഓക്കെ, എന്ത് വരും എക്സിന്റെ വാല്യൂ? നമുക്ക് ഫസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എക്സിന്റെ വാല്യൂ എന്താണ്. എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇവിടെ നോക്കിയേ, എക്സ് ഇസ് ടു വൈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഇസ് ടു മൈനസ് ബി ബൈ എ ആണ്. അതേപോലെ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എ ബൈ ബി പ്ലസ് ബി ബൈ എ ആണ്. ഒന്ന് നോക്കിയേ, എക്സിന്റെ വാല്യൂ എ ബൈ ബിയും വൈയുടെ വാല്യൂ മൈനസ് ബി ബൈ എയും അല്ലേ? അല്ലേ? നോക്കി, എക്സിന്റെ വാല്യൂ എ ബൈ ബി, എ ബൈ ബി, വൈയുടെ വാല്യൂ മൈനസ് ബി ബൈ എ. അപ്പം എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ബൈ ബി മൈനസ് ബി ബൈ എ. അപ്പൊ എന്ത് വരും? എ ബൈ ബി പ്ലസ് ബി ബൈ എ. അത് തന്നെയല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്? അതെ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? എക്സിന്റെ വാല്യൂ എ ബൈ ബി. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്സിന്റെ വാല്യൂ എന്താണ്? എ ബൈ ബി ആണ്. ഓപ്ഷൻസിലുണ്ടോ? ഓപ്ഷൻസിലില്ല. അപ്പം ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 39ാമത്തെ ക്വസ്റ്റ്യൻ, 39. If a plus b by c equals b plus c by a equals c plus a by b equals k, then k is equal to 0, 1, 2, a plus b plus c. എന്താ പറഞ്ഞേക്കുന്നത്? If a plus b by c equals b plus c by a equals c plus a by b equals k, then k is equal to 0, 1, 2, a plus b plus c. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഏറ്റവും എളുപ്പം നമുക്ക് ഇത് കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ അസ്യൂം ചെയ്യുക. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ അസ്യൂം ചെയ്യുക. നമ്മൾ എക്കും ബിക്കും സിക്കും 1 ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പൊ എന്ത് പറ്റും? 1 + 1 2, 2 by 1 2, 1 + 1 by 1. ഇപ്പൊ 2 by 1 2, 1 + 1 by 1 2. ഇപ്പൊ കെയുടെ വാല്യൂ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. കെയുടെ വാല്യൂ 2 എന്ന് കിട്ടും. കെയുടെ വാല്യൂ 2 എന്ന് കിട്ടും. ഓപ്ഷൻ സി 2 എന്ന് കിട്ടും. അപ്പൊ ഏറ്റവും എളുപ്പം അതാണ്. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് അസ്യൂം ചെയ്യാന്നുള്ളതാണ്. ജനറൽ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ജനറൽ രീതിയിൽ അതിവിടെ കാണിച്ചു തരാം. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ? സിനെ അങ്ങോട്ട് കൊണ്ടുപോയി സി കെ എന്ന് എഴുതാം. ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്ത് എഴുതാം? എ അങ്ങോട്ട് എടുത്തു എ കെ എന്ന് എഴുതാം. സി പ്ലസ് എ എന്ന് പറയുന്നത് എന്ത് എഴുതാം? ബി കെ എന്ന് എഴുതാം. ഓക്കെ, 3 ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. 1, 2, 3. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 എയും 2 ബിയും 2 സിയും ആണ്. അപ്പൊ 2 ടൈംസ് എ പ്ലസ് ബി പ്ലസ് സി ആണ് ഈക്വൽ ടു, ഈ സൈഡിലെല്ലാം എന്ത് ചെയ്താലും കെ കോമൺ എടുത്തു എ പ്ലസ് ബി പ്ലസ് സി കിട്ടി. ഇതും ക്യാൻസൽ ആയി പോകും. അവസാനം കെയുടെ വാല്യൂ എന്ത് കിട്ടും? കെയുടെ വാല്യൂ 2 എന്ന് കിട്ടും. ഇത് ജനറൽ രീതിയിൽ സോൾവ് ചെയ്യുന്നത്. ജസ്റ്റ് എ പ്ലസ് ബി എന്ന് പറയുന്ന സി കെ, ബി പ്ലസ് സി എന്ന് പറയുന്ന എ കെ, സി പ്ലസ് എ എന്ന് പറയുന്ന ബി കെ, 3 ഇക്വേഷൻ കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്നത് കെ ഈക്വൽ ടു 2 കിട്ടും. പക്ഷെ അതിൽ എളുപ്പം എന്താണ്? ജസ്റ്റ് ഏതെങ്കിലും വാല്യൂ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അസ്യൂം ചെയ്യുക, സോൾവ് ചെയ്യുക. കെ ഈക്വൽ ടു 2 എന്ന് ഡയറക്ട്ലി കിട്ടും. കെ ഈക്വൽ ടു 2. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, find the two numbers whose mean proportion is 12 and the third proportional is 324. 6 and 8, 4 and 36, 3 and 24, none of these. രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാ? മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 12ഉം തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്
324 വരയ്ക്കാം. 324. ഓക്കെ. മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എത്ര? റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്ന 12 കിട്ടണം. ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് ഓപ്ഷൻ സി ചെയ്യുന്നല്ലേ എളുപ്പം. ഫസ്റ്റ് ഓപ്ഷൻ 6ഉം 8ഉം 6ഉം 8ഉം റൂട്ട് ഓഫ് 6 into 8 എന്ന് പറയുന്നത് 12 കിട്ടുമോ? ഇല്ല. അപ്പൊ ആ ഓപ്ഷൻ അല്ല. അടുത്ത 4 and 36 റൂട്ട് ഓഫ് 4 into 36 അപ്പൊ എന്ത് കിട്ടും? 2 into 6 12 എന്ന് കിട്ടും. കറക്റ്റ് ആണ്. മീൻ പ്രൊപ്പോർഷൻ 12 കറക്റ്റ് ആണ്. ഓക്കെ. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ 3 and 24 റൂട്ട് ഓഫ് 72 അത് 12 വരത്തില്ല. അപ്പൊ അതും അല്ല. ഇത് നൺ ഓഫ് ദീസ് ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ഇതിന്റെ അടുത്ത കണ്ടീഷനും, അതായത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 4 and 36 ആണ്. അതിന്റെ അടുത്ത കണ്ടീഷനും ശരിയാണോ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് തേർഡ് പ്രൊപ്പോർഷണൽ 324 ആണ്. തേർഡ് പ്രൊപ്പോർഷൻ എങ്ങനെയാ? 4:36 എന്ന് പറയുന്നത് 36:324 ആണോ വരുന്നത്? പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീമും പ്രൊഡക്റ്റ് ഓഫ് മീനും കറക്റ്റ് ആണോ വരുന്നത്? കറക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി 4 and 36 എന്ന് കിട്ടും. 4 and 36 എന്ന് കിട്ടും. ഓക്കെ. ഓപ്ഷൻ ബി 4 and 36 എന്ന് കിട്ടും.